ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ഫെബ്രുവരി 11 പരിശുദ്ധ ലൂർദ് മാതാവിന്റെ തിരുനാൾ. ആഗോള സഭ രോഗികൾക്ക് വേണ്ടിയുള്ള ആഗോള ദിനാചരണമായിട്ട് ഇതിനെ കണക്കാക്കുന്നുമുണ്ട്. നമ്മൾക്ക് പരിചയമുള്ള എല്ലാ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ള പ്രത്യേക ദിവസം. പരിശുദ്ധ കന്യാമറിയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യക്ഷപ്പെടലുകളിൽ അപ്പാരിഷൻസിൽ ഒന്നാണ് ലൂർദിലെ പ്രത്യക്ഷപ്പെടൽ. പരിശുദ്ധ കന്യാമാതാവ് വിശുദ്ധ കാതറിൻ ലെബോറയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അത്ഭുത കാശരൂപത്തിൽ തൻ്റെ അമലോത്ഭവത്തെ കുറിച്ച് രേഖപ്പെടുത്തുവാനായിട്ട് ആവശ്യപ്പെടുകയുണ്ടായി. പിന്നീട് അത് ഉറപ്പിക്കും വണ്ണം നമ്മൾ 9 പീയൂസ് പാപ്പായുടെ ഇന്നഫാബുലസ് ദേവസ് എന്ന അവർണ്ണനീയനായ ദൈവം എന്ന തിരുവെഴുത്തിലൂടെ അമലോത്ഭവം ഒരു വിശ്വാസത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിന് ഒരു ഉറപ്പ് നൽകുന്ന രീതിയിലാണ് പരിശുദ്ധ അമ്മയുടെ വ്യക്തമായ വെളിപ്പെടുത്തൽ ഫ്രാൻസിലെ ലൂർദിൽ പരിശുദ്ധ അമ്മ ബെർണഡിറ്റ എന്ന 12 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രഖ്യാപനം, ഞാൻ അമലോത്ഭവയാണ്. 1858 ഫെബ്രുവരി 11 നടന്ന ഈ അത്ഭുതം, ഈ പ്രത്യക്ഷപ്പെടല് പരിശുദ്ധ അമ്മയുടെ പ്രധാനപ്പെട്ട ദൈവാനുഗ്രഹത്തിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഉൽപ്പത്തി പുസ്തകം 3:15 നമ്മൾ കാണുന്ന നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കുമെന്ന് പറഞ്ഞു വരുന്ന ദൈവത്തിന്റെ ആ വാഗ്ദാനം, ആ വാഗ്ദാനത്തിന്റെ ശക്തി മുഴുവനും അടങ്ങിയിരിക്കുന്നത് ഈ അമലോത്ഭവത്തിലാണ്. പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ അമ്മയായി മാറുന്നതിന് വേണ്ടി ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് മനുഷ്യകുലത്തിന് മുഴുവനുമുള്ള ഉത്ഭവഭാവത്തിൽ നിന്നും ഒഴിവാക്കി സൃഷ്ടിക്കപ്പെടുന്നു. ഇതാണ് അമലോത്ഭവം എന്ന് പറയപ്പെടുന്നത്. ഈ അമലോത്ഭവത്തെ 3 തവണ കാതറിൻ ലെബോറയോടും ബെർണഡിറ്റയോടും 9 പീയൂസ് പാപ്പായുടെ പ്രഖ്യാപനത്തിലൂടെയും 3 തവണ ആവർത്തിച്ച് ഉറപ്പിക്കുന്ന ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു വിശ്വാസ സത്യമായിട്ടാണ്, 4 വിശ്വാസ സത്യങ്ങളിലൊന്നായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അമലോത്ഭവം, ദൈവമാതൃത്വം, നിത്യകന്യാത്വം, സ്വർഗാരോപണമതി വിശ്വാസ സത്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തെ വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നതാണ് അമലോത്ഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെ കുറിച്ച് ബിബ്ലിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മ ജനിച്ച സ്ഥലം എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബെത്സദയാണ്. ബെത്സദ ഒരു കുളം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തില് ബെത്സദ കുളത്തിന്റെ തീരത്താണ് 38 വർഷമായിട്ട് തളർവാദം പിടിപെട്ട ഒരു മനുഷ്യൻ കിടക്കുന്നത്. അതായത് ഈശോ, എനിക്ക് 33 വയസ്സ് കണക്കാക്കിയാൽ പോലും ഈശോ ജനിക്കുന്നതിന്, ഈശോ മരിക്കുമ്പോൾ 33 വയസ്സ് കണക്കാക്കുമ്പോൾ ഈശോ ആ സമയത്താണ് ഇത് നടക്കുന്നത് പറയാൻ പോലും ഈശോ ജനിക്കുന്നതിന് വർഷങ്ങൾ മുമ്പ്, ഒരു 4-5 വർഷം മുമ്പ്, 4 വർഷം മുമ്പെങ്കിലും ആയിട്ടൊക്കെ ഈ മനുഷ്യനോട് കിടപ്പുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആ ഒരു അത്രയും നീണ്ട കാലഘട്ടം തളർവാദം പിടിപെട്ട് ഈ ബെത്സദ കുളത്തിന്റെ തീരത്ത് കിടക്കുന്ന മനുഷ്യനെ ഈശോ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ ബൈബിളിൽ ഡയറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിൽ പഠന ബൈബിളിൽ അല്ലെങ്കിൽ ഇതിന്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ പറയുന്നതനുസരിച്ച് ഈ ബെത്സദ കുളത്തിൽ റഫേൽ മാലാഖ എന്ന സൗഖ്യത്തിന്റെ മാലാഖ ഇറങ്ങി വടികൊണ്ട് തിരയിളക്കം ഉണ്ടാക്കുമ്പോൾ ആ തിരയിലേക്ക് ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും. ഇതാണ് ബെത്സദ കുളം. ബെത്സദ എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് മേഴ്സി എന്നാണ്, കരുണയുടെ വീടെന്നാണ് വാക്കിന്റെ അർത്ഥം. ഈ കുളത്തിന്റെ തീരത്താണ് ഒരു വലിയ പള്ളി നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അന്ന പുണ്യവതിയുടെ പേരിലുള്ള പള്ളിയാണ്. ആ പള്ളിക്കകത്ത് എഴുതിയിരിക്കുന്നത് പരിശുദ്ധ കന്യാമറിയം ജനിച്ചത് ഇവിടെയാണ്, ബെത്സദ കുളം. നമ്മൾ ഇനി ചിന്തിക്കാൻ സാധിക്കും, ബെത്സദ കുളത്തില് നമ്മളിപ്പോ ചെന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ജലം തീരെയില്ല. ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ ജലം തീരെയില്ല, ഇങ്ങനെ ഉണക്ക് പോലെ കിടക്കുകയാണ്. പക്ഷെ ബെത്സദ കുളം വറ്റിപ്പോയെന്ന് പറഞ്ഞാലും അതിന്റെ തീരത്ത് ദൈവം പുതിയൊരു ബെത്സദായി സ്ഥാപിച്ചതാണ് പരിശുദ്ധ കന്യാമറിയം. പരിശുദ്ധ കന്യാമറിയം എന്ന് പറയപ്പെടുന്ന ബെത്സദ എന്ന കുളത്തിൽ നിന്നും കരുണ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവാകുന്ന കരുണ പുറത്തേക്ക് ഒഴുകുക. നമ്മളെപ്പോഴും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 47-ാം അധ്യായത്തിലെ ദേവാലയത്തിന്റെ ഹൃദയഭാഗത്തു നിന്ന് ഒഴുകുന്നൊരു നദിയെക്കുറിച്ചൊക്കെ വായിക്കും. നമ്മൾ ആ
ദേവാലയം ക്രിസ്തുവാണെന്നും ഒഴുകുന്ന നദി കരുണയാണെന്നും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും പിന്നെ ഒരു മരിയോളജിക്കൽ കാഴ്ചപ്പാടിൽ വായിക്കുകയാണെങ്കിൽ ഈ ദേവാലയം മറിയവും ദേവാലയത്തിന്റെ സക്രാരി മറിയത്തിന്റെ ഉദരവും അവിടെ നിന്നും ഒഴുകുന്ന കരുണ അത് ക്രിസ്തുവുമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമുക്കറിയാം ക്രിസ്തു തന്നെയാണ് ദേവാലയം. ക്രിസ്തുവിൽ നിന്ന് കരുണ ഒഴുകുന്ന സംഭവം നമ്മൾ കർത്താവിന്റെ കുരിശുമരണവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാറുണ്ട്. ആ കുരിശുമരണത്തിന് കൃത്യമായിട്ടും ആ ഹൃദയത്തിൽ നിന്നും ഒഴുകിയ തിരുരക്തവും തിരുജലവും കരുണയുടെ പ്രതീകമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ പരിശുദ്ധ മറിയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മറിയമാകുന്ന കരുണയുടെ ഉറവ, കരുണയുടെ വീട്ടിൽ നിന്നും, ഹൗസ് ഓഫ് മേഴ്സി, ബെത്സദയിൽ നിന്നും ഈ കരുണ ഒഴുകുന്നു, കർത്താവ് ഒഴുകി വിളിക്ക് വരുന്നു. ഈ ബെത്സദ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഈ സൗഖ്യത്തിന്റെ കുളമുണ്ടായിരുന്നൊന്നും അതിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ അതിനെ മാറ്റിയിട്ട് സ്വയം പരിശുദ്ധ മറിയം ആ കരുണ ഒഴുകുന്ന സൗഖ്യത്തിന്റെ വീടായി മാറുന്നുവെന്നും നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ദൈവം അങ്ങനെ മറിയത്തെ ആ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു ആവർത്തിക്കുന്ന രീതിയിലാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട മിക്ക ഇടങ്ങളിലും അരുവികളും കുളങ്ങളും കിണറുകള് ഒക്കെ കാണാൻ സാധിക്കുന്നത്. കുറവിലങ്ങാട് നമ്മൾ പറയാം, പരിശുദ്ധമ്മ ആദ്യ നൂറ്റാണ്ടിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് പറയപ്പെടുന്ന കുറവിലങ്ങാട് ഒരു കിണർ നമുക്ക് കാണാൻ സാധിക്കും. വേളാങ്കണ്ണിയിൽ ഒരു കുളം നമ്മൾ കാണുന്നുണ്ട്. മിക്ക സ്ഥലങ്ങളിലും നമ്മൾ ഭാരതത്തിൽ പോലും പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ടിടത്തെല്ലാം ഒരു കുളവോ കിണറോ ഒരു ജലസ്രോതസ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അത് ഈ കരുണയുടെ ഒഴുക്ക് ദൈവത്തിൽ നിന്ന് ഉണ്ടാകുന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമുക്ക് അതിനെ വായിച്ചെടുക്കാൻ സാധിക്കുക. അതിൻ്റെയൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ലൂർദ് എന്ന് പറയുന്നത്. ലൂർദിലെ പരിശുദ്ധ അമ്മ ബെർണഡീറ്റായി കാണിച്ചു കൊടുത്ത സൗഖ്യത്തിന്റെ നീരുറവ. ഈ സൗഖ്യത്തിന്റെ നീരുറവയിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ജലം എടുത്ത് കുടിക്കുകയും അതുകൊണ്ട് കുളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് സൗഖ്യം പ്രാപിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ അരുവിയുടെ വശങ്ങളിലായിട്ട് പിടിച്ചു നിൽക്കുന്ന ചെടികളിലെ ഇലകൾ ഭക്ഷിച്ചിട്ട് പോലും ആളുകളുടെ സൗഖ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയ സൗഖ്യത്തിന്റെ ഇടപെടലിന്റെ ശക്തി എവിടെ നിലനിൽക്കുന്നു ചോദിച്ചാൽ അമലോത്ഭവത്തിലാണ്. ഒരു നുള്ളു പോലും പാപമില്ലാത്ത രീതിയിൽ പരിശുദ്ധ അമ്മ സൃഷ്ടിക്കപ്പെട്ടു, ജനിച്ചു എന്ന് പറയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ മറ്റെല്ലാ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ശ്രേഷ്ഠതയാണ് അമലോത്ഭവത്തിന്റെ ശക്തി. ആ ശക്തിയിൽ നിന്ന് ഒഴുകുന്ന സൗഖ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം പരിശുദ്ധ കന്യാമരത്തിന്റെ ആ പരിശുദ്ധ അമ്മ ബെത്സദായില് ജനിച്ചതുകൊണ്ടും പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടും വേളാങ്കണ്ണിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടും ഒക്കെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പങ്കുവയ്ക്കുന്ന സന്ദേശം എന്നിൽ നിന്നും യേശുവാകുന്ന കരുണ നിങ്ങളിലേക്ക് ഒഴുകുന്നുണ്ട്, എൻ്റെ അരികിലേക്ക് വരിക എന്നുള്ളതാണ്. അൽഫോൻസ്ലീഹ വഴി ആ വാക്കുകളൊക്കെ നമുക്ക് ഓർക്കാം. ഫലം വേണ്ടവൻ വൃക്ഷത്തിന്റെ അരികിലേക്ക് പോകണം, യേശുവിനെ വേണ്ടവൻ മറിയത്തിന്റെ അരികിലേക്ക് പോകണം. പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ധ്യാനിക്കുമ്പോൾ കർത്താവിനോട് കൂടുതൽ അടുത്ത് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ തിരുനാള്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ ആ സൗഖ്യത്തിന്റെ ഇടപെടലിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ചേർത്ത് വയ്ക്കാം. നമുക്ക് പരിചയമുള്ള എല്ലാ രോഗികളെയും, നമുക്ക് രോഗാവസ്ഥകൾ കാണും, അതിനോടൊപ്പം തന്നെ നമുക്ക് പരിചയമുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ രോഗാവസ്ഥയിലായിരിക്കുന്ന സഹോദരങ്ങളെയും പരിശുദ്ധമ്മയോട് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധമ്മയുടെ ഇടപെടൽ അവർക്ക് സൗഖ്യം നൽകട്ടെ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, രോഗം എന്ന് പറയുന്നത് ശരീരത്തെ മാത്രം ബാധിക്കുന്ന ഒരു വസ്തുതയല്ല, അത് ആത്മാവിനെയും മനസ്സിനെയും ഒക്കെ ബാധിക്കുന്ന വസ്തുതയാണ്. മനസ്സിന്റെ അസ്വസ്ഥതകളുണ്ട്, മാനസിക രോഗം എന്ന് മാത്രമല്ല, മനസ്സിന്റെ അസ്വസ്ഥതകളുണ്ട്, മനസ്സിനെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന വസ്തുതകളുണ്ട്. ഒരു രീതിയിലും രക്ഷപ്രാപിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ കൈവശപ്പെടുത്തിട്ടൊക്കെ രീതിയിൽ മനസ്സിനെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് ചിലർക്ക്. അതിനകത്ത് നിന്ന് നോക്കി പുറത്ത് കിടക്കാണ്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെയും ആഗ്രഹങ്ങളെയും ഒക്കെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന ദുരാശകളുണ്ട്, തിന്മകളുണ്ട്. അതിൽ നിന്ന് മനസ്സിനെ സ്വന്തമാക്കാൻ സാധിക്കും. ശരീരത്തെയും മനസ്സിനെയും ഒപ്പം ആത്മാവിനെയും സൗഖ്യപ്പെടുത്തുന്ന ദൈവികമായ ഇടപെടൽ എന്ന് പറയുന്നത് ഒരു പോരാട്ടം തന്നെയാണ്. ആ 33:15 വെച്ച് നോക്കുകയാണെങ്കിൽ അത് ദൈവം അങ്ങനെ ആ പോരാട്ടത്തിൽ ഏർപ്പെടുക. അപ്പൊ അതിന്റെ തുടക്കം കുറിക്കേണ്ട, അതിന്റെ ആ യുദ്ധം നയിക്കേണ്ട സൈന്യാധിപയായ അമലോത്ഭവയായ പരിശുദ്ധ മറിയമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ലൂർദ്. കാരണം അനേകർക്ക് സൗഖ്യം നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ ആ സൗഖ്യത്തിന്റെ ഇടപെടലിനെ വീണ്ടും നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരികയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ
മാധ്യസ്ഥ വ്യായിക്കാം. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്ന സുഹൃതയോഗം ആവർത്തിച്ചുരുവിട്ടുകൊണ്ട് ലൂർദിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന്റെ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മയിലൂടെ കർത്താവിന്റെ കരുണയും സൗഖ്യവും സമാധാനവും ഒക്കെ നമ്മളിലേക്ക് എത്തുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.